ഹലോ, അപ്പോൾ നമുക്ക് റാപ്പിഡോന് ഇന്നത്തെ 1 അവറിലുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം, എത്ര കിട്ടും നോക്കാം. അപ്പോൾ ഇന്നത്തെ സമയം ഇപ്പോൾ 12:30 ഇപ്പോൾ ഓർഡറൊന്നും വന്നിട്ടില്ല. ജസ്റ്റ് നോക്കാം. ഇപ്പം ഞാൻ ഓണാക്കി വെച്ചത്രേ, ജസ്റ്റ് ഓൺലൈനിൽ വന്നതേ ഉള്ളൂ. 1 അവറിൽ ഏകദേശം എത്ര കിട്ടുമെന്ന് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ആർക്കെങ്കിലും യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആകട്ടെ. അപ്പോൾ ഇന്നത്തെ ഇൻസെൻറ്റീവ്സ് എന്ന് പറയുന്നത് നമുക്കൊന്ന് നോക്കാം എന്താണെന്ന്. സമയം കഴിഞ്ഞ് പോയി, എന്നാലും രാവിലെ 8 മണി മുതൽ 12 മണി വരെ 5 റൈഡാണെങ്കിൽ 60 റുപ്യ ഇൻസെൻറ്റീവ്സ് കിട്ടും. 8 റൈഡാണെങ്കിൽ 50 രൂപ കിട്ടും. അപ്പോൾ ടോട്ടൽ ഒരു 100-ലധികം കിട്ടും. 12:30 ശേഷവും വൈകിട്ടുമായിട്ട് ഒരു 110 രൂപ ഇൻസെൻറ്റീവ്സ് ആയിട്ട് മാത്രം കിട്ടും. അപ്പോൾ ഇൻസെൻറ്റീവ്സ്, അതായത് ഇന്നത്തെ ഇൻസെൻറ്റീവ് കാണിച്ചു കൊടുക്കുന്നത് 7 മണി മുതൽ രാത്രി വരെയുള്ള ഇൻസെൻറ്റീവ്സാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത്. ഇൻസെൻറ്റീവ് തന്നെ നല്ലൊരു തുക തരുന്നുണ്ട്, കുഴപ്പമില്ല. നമുക്കൊരു ദിവസം ഒപ്പിച്ച് പോകേണ്ടത് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഫുൾ ടൈം ജോലി ചെയ്യുന്നവർക്ക് ഓക്കെയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നലത്തെ റൈഡിലൊന്ന് ജസ്റ്റ് നോക്കാം. ചെറിയ ചെറിയ റൈഡ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. ചെറിയ റൈഡ് മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടെന്നല്ല, ദൂരം പോയിട്ട് നമുക്ക് തിരിച്ച് വീണ്ടും നമ്മുടെ അടുത്തേക്ക് വരേണ്ടി വരും, അതുകൊണ്ടാണ്. അപ്പോൾ ഇന്നലത്തെ 26 റുപ്യ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ചെറിയ ദൂരം, അത് ഒരു 1 കിലോമീറ്ററിന് അകത്തേ ഉണ്ടാവും. അതിൽ കമ്മീഷനൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് വേറൊരു ഓർഡർ വന്നിരിക്കുന്നുണ്ട്. 4 കിലോമീറ്റർ ഇവിടുന്നും 4 കിലോമീറ്റർ പോകാനുണ്ട്. അപ്പോൾ അത് 4 കിലോമീറ്റർ ഇവിടുന്ന് പോകുന്നത് നഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇത് ഇന്നലത്തെ വേറൊരു ഓർഡറിൻ്റെ ആയിരുന്നു. 41 രൂപ ഫുള്ളായിട്ട് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അത് 4 കിലോമീറ്ററാണ് ഉള്ളത്. അതിൽ 57 രൂപയാണ് ടോട്ടൽ. അതിൽ ടാക്സ് ഉണ്ട്, അവരെ കമ്മീഷനും കഴിച്ചിട്ട് 41 രൂപ നമുക്ക് കിട്ടും. ആ സെയിം ഓർഡറിനെ വന്നിട്ടുണ്ട്. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോ ഓർഡർ അക്സെപ്റ്റ് ചെയ്യുക, നമുക്ക് അടുത്തുള്ള ഓർഡറാണ്. അപ്പോൾ ഇതിപ്പോൾ 12:45 അപ്പോൾ നമുക്കിത് ഫസ്റ്റ് ഓർഡർ എടുത്ത് നോക്കാം. അപ്പോൾ അവിടത്തേക്ക് പോവാം. നല്ല വെയിലാണ്. ഓർഡർ കഴിഞ്ഞു. 48 രൂപയാണ്. ചെറിയ കിലോമീറ്റർ ഉണ്ടായല്ലോ. അപ്പോൾ ഇത് ഓൺലൈൻ പേയ്മെൻറ്റ്, അവർക്ക് ഡയറക്റ്റ് പേയ്മെൻറ്റ് സ്കാൻ ചെയ്യാൻ വരും. അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ കാണുന്നത്. അപ്പോൾ ഇതും വേറൊരു ഓർഡർ കുറച്ച് ദൂരെയാണ്, 12 കിലോമീറ്റർ പോകാനുണ്ട്. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഇത് അടുത്താണ്, വളരെ അടുത്താണ്. പുള്ളിക്കാരൻ്റെ സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെക്ക് ചെയ്തൊക്കെ മനസ്സിലായത്. അപ്പോൾ ആ ഓർഡർ നമ്മളെടുത്തു. നമ്മൾ ലൊക്കേഷനിൽ എത്തിയാൽ അറൈവ്ഡ് കൊടുത്ത് നമ്മൾ കൺഫർമേഷൻ കൊടുത്ത് നമുക്ക് OTP ഉണ്ടാവും. OTP അടിച്ചാൽ നമുക്ക് ലൊക്കേഷനിലേക്ക് പോകേണ്ട മാപ്പ് കാണാം. അപ്പോൾ നമ്മൾ കൺഫേം കൊടുത്തു. നമ്മളത് സ്റ്റാർട്ട് റൈഡ് കൊടുത്ത് OTP വാങ്ങി നമ്മൾ ആ റൈഡ് കംപ്ലീറ്റ് ആക്കി. അതിനുശേഷം 1:45 ഞാൻ സ്റ്റോപ്പ് ചെയ്ത് 4 റൈഡ് കംപ്ലീറ്റ് ആയി. റൂമിലെത്തുമ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി, 2 മണി കഴിഞ്ഞു. അപ്പോൾ ഇനി ഡ്യൂട്ടി എടുക്കുന്നില്ല, ഇന്നത്തേത് ഓഫാക്കി. അതിനുശേഷം നമുക്ക് ഇന്നത്തേത് കിട്ടിയത് നമുക്ക് 183 ഇന്നത്തെ ഏർണിങ്സ്. അത് ഇൻസെൻറ്റീവ് കിട്ടിയിട്ടുണ്ട്, 4 റൈഡറുള്ള ഇൻസെൻറ്റീവ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മൈനസ് കാണുന്നതൊക്കെ ക്യാഷ് തന്നതാണ്, അതുകൊണ്ടാണ് മൈനസ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിക്കാണല്ലോ ഇപ്പോൾ എങ്ങനെയാണ്, എന്താണ് ഒരു 1 അവർ എത്ര സമ്പാദിക്കാൻ പറ്റും, നമുക്ക് റാപ്പിഡോയിൽ എത്ര സമ്പാദിക്കാൻ പറ്റുമെന്ന് ഏകദേശം മനസ്സിലായല്ലോ. 200 ആയിരുന്നു എൻ്റെ ടാർഗറ്റ്, എന്നാലും ഇന്നത്തേത് ആയിട്ടില്ല. അപ്പോൾ എല്ലാവരോടും അടുത്ത വീഡിയോ കാണാം. ബൈ.